ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നമ്മൾ എങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ മുഴുവനായി നമ്മൾ വൈറ്റ് ആക്രിലിക് പെയിൻ്റ് ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട്. സ്പോഞ്ചിൻ്റെ ചെറിയൊരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ബോട്ടിലിൽ മുഴുവനായും പെയിൻറ് കൊടുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ബോട്ടിലിൽ മുഴുവനായും ഇതുപോലെ നമ്മൾ പെയിൻ്റ് എല്ലാം കൊടുത്തെടുത്തു. നമ്മൾ പെയിൻറ് കൊടുത്തതെല്ലാം നമുക്ക് നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ ഫെവിക്രിയൽ മോൾഡിറ്റിൻ്റെ എയർ ഡ്രൈ ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പാക്കറ്റിനകത്ത് ഇതുപോലെ രണ്ടെണ്ണമാണ് ഉണ്ടാവുക. ഇത് രണ്ടും കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ടാൽക്കം പൗഡർ എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ആ രണ്ട് കവറും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ കയ്യിൽ കുറച്ച് ടാൽക്കം പൗഡർ ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം വേണം രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ക്ലേ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കണം. പിന്നീട് നമ്മളിവിടെ ചെറിയൊരു പീസ് ന്യൂസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള ന്യൂസ് പേപ്പർ ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇതുപോലെയാണ് നമ്മൾ ബോട്ടിലിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ക്ലേ ഇതുപോലെ വെച്ച് കൊടുക്കണം. കുറച്ച് വെള്ളം കയ്യിലാക്കി കൊടുത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഡോളിൻ്റെ കഴുത്ത് വരുന്ന ഭാഗമാണ് നമ്മൾ ബോട്ടിലിലേക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണം. ഇനി നമുക്ക് ഡോളിൻ്റെ ഫേസൊക്കെ നമുക്ക് കഴിയുന്നത് പോലെ ഒന്ന് ശരിയാക്കി എടുക്കാം. എൻ്റെ കല്യാണത്തിന് മുൻപൊക്കെ ഞാൻ മണ്ണ് വെച്ച് കുറേ പ്രതിമകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മരങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ ഉറുമ്പുകൾ മണ്ണ് കൂട്ടി വെക്കാറില്ലേ, ആ ഒരു മണ്ണ് എടുത്തിട്ടാണ് ഞാൻ പ്രതിമകളൊക്കെ ചെയ്തെടുക്കാറുണ്ടായിരുന്നത്. ക്ലേ വെച്ച് നമ്മളങ്ങനെ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളൊന്നും ചെയ്തെടുക്കാറില്ല. പാഴ്വസ്തുക്കൾ വെച്ച് ചെയ്തെടുക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇപ്പം നമ്മൾ ഡോളിൻ്റെ ഫേസ് ഏകദേശം ഇതുപോലെയൊക്കെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് ക്ലേ എടുത്ത് ചെവിയൊക്കെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ക്ലേ വെച്ച് ചെയ്തെടുത്ത ഭാഗങ്ങളിലെല്ലാം വൈറ്റ് കളർ പെയിൻ്റ് ഒന്ന് കൊടുത്തെടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ പെയിൻ്റ് എല്ലാം കൊടുത്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ വൈറ്റ് കളർ നെറ്റിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള നെറ്റിൻ്റെ പീസ് നമുക്ക് ഇതുപോലെ ഞൊറിവുകളാക്കി എടുക്കണം. അത് നമുക്ക് ഒട്ടിച്ചെടുക്കാം, അല്ലെങ്കിൽ തുന്നിയെടുക്കുകയും ചെയ്യാം. ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചെടുത്താലും മതി. അതിനുശേഷം നമുക്കത് ബോട്ടിലിലേക്ക് ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ള വൈറ്റ് കളർ ലേസും കൂടെ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇത്രയും നമ്മൾ ചെയ്തെടുത്തതിന് ശേഷമാണ് നമുക്ക് ഡോളിൻ്റെ കൈകൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ക്ലേ വെച്ച് ഡോളിൻ്റെ രണ്ട് കൈകളും ചെയ്തെടുക്കുന്നുണ്ട്. ഡോളിൻ്റെ കൈകളിൽ ഫ്ലവർ ബൊക്കെ പിടിച്ചു നിൽക്കുന്ന ആ ഒരു രീതിയിലാണ് നമുക്കതിലേക്ക് ഇത് വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്കത് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇതുപോലെ രണ്ട് കൈകളും അതിലേക്ക് വെച്ച് കൊടുത്തു. ഇനി നമ്മളിതിൽ പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ബ്ലാക്ക് കളർ പെയിൻ്റാണ് കൊടുത്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഡോളിൻ്റെ തലയിൽ ബ്ലാക്ക് കളർ പെയിൻ്റൊക്കെ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സ്കിന്നിലൊക്കെ പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഇതുപോലെ നമ്മളതിൽ പെയിൻറ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കതിൻ്റെ കണ്ണുകളും പുരികയും ഒക്കെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം.
ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ച് കണ്ണുകൾ വരച്ചു കൊടുത്തതിന് ശേഷം അതിനകത്ത് നമ്മൾ വൈറ്റ് കളർ പെയിൻറ്റ് ഇതുപോലെ ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇതുപോലെ കണ്ണുകളൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിൽ കൺപീലികളൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് റെഡ് കളർ പെയിൻറ്റ് വെച്ച് അതിൻ്റെ ചുണ്ടും കൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഡോളിൻ്റെ ഫേസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ വീതി കുറഞ്ഞ സാറ്റൻ റിബൺ വെച്ചാണ് ഡോളിൻ്റെ കയ്യിൽ പിടിക്കാനുള്ള ഫ്ലവർ ബൊക്കെ ചെയ്തെടുക്കുന്നത്. ഇതുപോലെയാണ് ഓരോ ഫ്ലവറും ചെയ്തെടുക്കേണ്ടത്. ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒട്ടിച്ചെടുത്താൽ മതി. ഗ്രീൻ കളർ സാറ്റൻ റിബണിൻ്റെ പീസുകൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ചൊന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കളും ഇതുപോലെ അതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കത് ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. റെഡ് കളർ സാറ്റൻ റിബണിൻ്റെ പീസ് അതിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് കളർ നെറ്റിൻ്റെ പീസ് ഡോളിൻ്റെ തലയിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. അതും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തു. പിന്നീട് നമ്മൾ ചെറിയ മുത്തുകളും കല്ലുകളൊക്കെ വെച്ച് ഡോളിൻ്റെ ആഭരണങ്ങളെല്ലാം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാനായിട്ട്? അപ്പോൾ ഇതുപോലത്തെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ഒന്ന് കൂടെ കൂടണേ. ബോട്ടിൽ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.